മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ഇനിയുള്ള ദിവസങ്ങൾ കാടിളക്കിയുള്ള പ്രചരണത്തിനാകും സംസ്ഥാനം സാക്ഷിയാകുക. വടകരയിൽ നിന്ന് സാനിയോ മനോമി, തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ, ആറ്റിങ്ങലിൽ നിന്ന് ആദിൽ പാലോട് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം സാനിയോ മനോമിയിലേക്ക്. വടകര, പ്രത്യേകിച്ച് കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെയും ഒരു പ്രത്യേക മാനമുണ്ടായിട്ടുണ്ട്. സാനിയോ, ഏത് നിലയിലാണ് ഇപ്പോൾ പ്രചരണം പുരോഗമിക്കുന്നത്? ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ തന്നെയാണോ കാര്യങ്ങൾ? അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്. നേരത്തെ മുരളീധരൻ ഉണ്ടായിരുന്നപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞ് ഷാഫി പറമ്പിൽ ഒരു കാടിളക്കി പ്രചാരണവുമായാണ് ഇവിടത്തേക്ക് മണ്ഡലത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും ബഹുദൂരം മുന്നിലേക്ക് LDF എത്തിക്കഴിഞ്ഞിരുന്നു പ്രചാരണത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFിൻ്റെ എല്ലാ അസംബ്ലി മണ്ഡല കൺവെൻഷനുകളും അതുപോലെ മേഖലാ കൺവെൻഷനുകളും എല്ലാം കഴിഞ്ഞു. ബൂത്ത് കൺവെൻഷൻ ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. UDFും ഒരുമിച്ചോടുന്നു. യുവാക്കളടക്കം കയ്യിലെടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഒരുമിച്ചോടുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ ഇന്നിപ്പോൾ വിദേശത്താണുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് എത്തുകയേ ഉള്ളൂ. അതായത് വോട്ട് അഭ്യർത്ഥിച്ചാണ് വിദേശത്ത് പോയിരിക്കുന്നത്. ഈ നാദാപുരം വടകര മേഖലകളിലൊക്കെ നിരവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെ കൂടി കണ്ട് വോട്ടുറപ്പിക്കാനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. കൂടാതെ പ്രഫുൽ കൃഷ്ണനും NDAയുടെ പ്രഫുൽ കൃഷ്ണനും വളരെ ആവേശകരമായി തന്നെയുള്ള ഒരു പ്രചാരണ തിരക്കിലേക്ക് നിന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് പൗരത്വ പ്രതിഷേധം സംബന്ധിച്ച വിഷയം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും നൈറ്റ് അസംബ്ലിയും അതുപോലുള്ള പരിപാടികളും മാർച്ചുകളും ഒക്കെ LDF സംഘടിപ്പിക്കുമ്പോൾ UDFും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തുണ്ട്. അതായത് 30% വരുന്ന ന്യൂനപക്ഷ വോട്ട് ആർക്ക് അനുകൂലമാകും എന്നതാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുക. മാത്രവുമല്ല, UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തന്നെ ലിസ്റ്റിൽ നിന്നുള്ള ഏക മുസ്ലിം മൈനോറിറ്റി സ്ഥാനാർത്ഥി കൂടിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് തന്നെ ഇത് ലീഗിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ് ഷാഫി പറമ്പിലിനെ ഏത് വിധേനയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. നേരത്തെ കൂടുതൽ സീറ്റ് ലീഗ് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട സീറ്റുകളിൽ ഒന്ന് വടകരയായിരുന്നു. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലിന് മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ അടുത്ത തവണയെങ്കിലും വടകര സീറ്റ് തങ്ങൾക്ക് ചോദിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലീഗ് ഉള്ളത്. അതേസമയം തന്നെ ശൈലജ ടീച്ചറുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട്. ആ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. ടീച്ചർ ആരോഗ്യമന്ത്രി അടക്കം ആയിരുന്ന സമയത്ത് ചെയ്ത സഹായങ്ങളും മറ്റും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ ദിവസേന ടീച്ചറെ കാണാൻ വരുന്നു. അത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുകയാണ്. കൂടാതെ നായർ വോട്ടുകളും ഈ പ്രദേശത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മുരളീധരന് കിട്ടിക്കൊണ്ടിരുന്ന ആ വോട്ടുകൾ ഈ തവണ ആർക്ക് കിട്ടുമെന്നതും ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. മനോമിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്.